നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കും. നമുക്ക് ഓടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ നമ്മൾ നടക്കാൻ നോക്കും. മടങ്ങാൻ പറ്റിയില്ലെങ്കിൽ എഴയാൻ നോക്കും. എഴയാൻ പറ്റിയില്ലെങ്കിൽ നിരങ്ങിയെങ്കിലും മുന്നോട്ട് നീങ്ങാൻ നോക്കും. ഒന്ന് പറയാം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അത്രയൊന്നും വേഗത്തിൽ മറന്നു പോകാൻ കഴിയാത്ത പേരാണ് ഗുർകീരത് സിംഗിന്റേത്. ആരാണ് ഗുർകീരത് സിംഗ് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ ചോരത്തിളപ്പുള്ള ഭാവിയിൽ ഇടിമുഴക്കം തീർക്കാൻ മാത്രം കെൽപ്പുള്ളവനാകും എന്ന് നമ്മളെല്ലാവരും കുറച്ച് വിശ്വസിച്ച താരമായിരുന്നു ഗുർകീരത് സിംഗ്. ഇന്ത്യൻ ആരോസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കളിക്കുന്ന സമയത്ത് പ്രായത്തിനേക്കാൾ വലിയ ശരീരം കൊണ്ട് ഗുർകീരത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അങ്ങനെ ISL ക്ലബായിട്ടുള്ള മുംബൈ സിറ്റി FC തങ്ങളുടെ കൂടാരത്തിലേക്ക് ഗുർകീരത്തിനെ കൊണ്ടുവരുന്നു. ഇടവിട്ടുള്ള അവസരങ്ങൾ പുള്ളിക്ക് നൽകിയെങ്കിൽ പോലും അത്ര കണ്ട് ശോഭിക്കാൻ ഗുർകീരത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് തന്നെ വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളതായിരുന്നു നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. പിന്നെ അദ്ദേഹം ചെന്നൈയിൻ FC ചേക്കേറുന്ന കാഴ്ചയെ നമുക്ക് നിൽക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൻ FC ഗുർകീരത്ത് വന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാക്കാൻ പുള്ളിക്ക് അവിടെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ടീമിൽ ഗെയിം ടൈം കിട്ടാൻ പോലും അദ്ദേഹം പാടുള്ളൂ. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഇന്ത്യൻ യുവ സ്ട്രൈക്കർമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. മുന്നേറ്റ നിലയിൽ ഇന്ത്യയിൽ നിന്നും വളർന്നു വരുന്ന താരങ്ങൾക്ക് മതിയായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പൊതുവെ ഉള്ള ഒരു ആക്ഷേപം തന്നെയാണ്. പക്ഷേ കൂടുതൽ ഗെയിം ടൈം കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെന്നൈയിൻ FC ഇടുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ ഗെയിം അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുർകീരത് ഏത് ക്ലബിലേക്കായിരിക്കും ചേക്കേറാൻ സാധ്യതയെന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഫേസ് മാറ്റിയിട്ട് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി അത്യാവശ്യം ക്വാളിറ്റി എഡിറ്റിംഗ് കൊണ്ടുവരണം എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഈ ചാനൽ നിൽക്കുന്ന കുറച്ച് കാലത്തേക്കെങ്കിലും ക്വാളിറ്റി കണ്ടന്റ് ഡെലിവർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ എവിടേക്ക് ഡിസപ്പിയർ ആവും ചോദിച്ചിട്ട് തന്നെയാണ് കാത്തിരുന്ന് കാണാം. അതുപോലെ അപ്പം ക്വാളിറ്റി എഡിറ്റേഴ്സിന് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം വേൾഡ് കപ്പ് സ്കോഡൊക്കെ കുറച്ച് മാസമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൊള്ളായിരുന്നു. കുറെ ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്.